ഈ റീല് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണ് വാങ്ങാൻ നിങ്ങൾ എത്ര ദിവസം ആലോചിച്ചിട്ടുണ്ടാവും? അൺലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ള ഈ ലോകത്ത് ശരിയായിട്ടൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? പല തീരുമാനങ്ങളും എടുത്ത ശേഷം നമ്മൾ റിഗ്രറ്റ് ചെയ്യാറല്ലേ പതിവ്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോയ്സ് ഓവർലോഡിനെ പറ്റി പറഞ്ഞിരുന്നു. ഇത്തരം സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സൈക്കോളജി പറയുന്ന ചില പ്രാക്ടിക്കൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് പ്രോബ്ലം സോൾവിങ്ങിൽ സൈക്കോളജി പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? അത് കൃത്യമായി നമ്മുടെ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വാട്ട് യു റിയലി നീഡ് എന്ന് ആദ്യം തന്നെ തിരിച്ചറിയുക. നിങ്ങളുടെ ഗോള് ക്ലിയർ ആണെങ്കിൽ ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഫോൺ വാങ്ങാൻ ഇറങ്ങുമ്പോൾ ക്യാമറയാണോ, ഗെയിമിംഗ് ആണോ, പെർഫോമൻസ് ആണോ, അതോ ബാറ്ററി ലൈഫ് ആണോ നിങ്ങളുടെ പ്രിയോറിറ്റി എന്ന് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ ഗോള് ക്ലിയർ ആവുമ്പോൾ നൂറുകണക്കിന് മോഡൽസിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെ തുടക്കത്തിലേ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ലേ? രണ്ടാമതായിട്ട് പെർഫെക്ഷനിസം ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്ത് വാങ്ങിയാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിൻ്റെ 100% ബെസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുന്നത് ആക്ച്വലി സ്ട്രെസ് കൂട്ടും. സയന്റിഫിക്കലി നോക്കിയാൽ നമ്മളിത് അൺനെസസറി ആയിട്ടുള്ള ആങ്സൈറ്റിയിലേക്ക് എത്തിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒക്കെ ഐഡിയലൈസ് ചെയ്യുന്ന പോലെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു പെർഫെക്റ്റ് പേഴ്സൺ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് സ്ട്രെസ് കൂട്ടും. പകരം നിങ്ങളുടെ കോർ വാല്യൂസുമായിട്ട് മാച്ച് ആവുന്ന, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പെർഫെക്റ്റ് എന്നതിനേക്കാളും നമുക്ക് ഗുഡ് ഇനഫ് ആണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. മൂന്നാമതായിട്ട് ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് 3ഓ 4ഓ ആയി മാത്രം ചുരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞോ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ കോഴ്സുകളെയും പറ്റി ഒരേ സമയം ആലോചിക്കാതെ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനും ഇൻട്രസ്റ്റിനും ഒക്കെ പറ്റുന്ന ബെസ്റ്റ് 3ഓ 4ഓ ഓപ്ഷൻസ് മാത്രം മുന്നിൽ വെക്കുക. കാരണം ചോയ്സുകൾ കുറയുമ്പോൾ ബ്രെയിനിന് തീരുമാനം എടുക്കാൻ എളുപ്പമാവും. അവസാനമായിട്ട് ഒരു തീരുമാനം നീ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റായി പോയി എന്ന തോന്നൽ വരികയാണെങ്കിൽ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി അവെയർ ആവുന്നതോടൊപ്പം ഇപ്പോൾ എടുത്തുപോയ ഡിസിഷൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാതിരുന്നാൽ തന്നെ പോസ്റ്റ് ഡിസിഷൻ റിഗ്രറ്റ് കൊടുക്കാൻ പറ്റും. തിങ്ക് അബൌട്ട് ഇറ്റ്. അൺനെസസറി ഓപ്ഷൻസ് കുറയുമ്പോൾ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ എളുപ്പമാവും. തീരുമാനങ്ങൾ എടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ.